ഒത്തിരി ചിരിച്ചു. ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ഞാൻ ചിന്തിച്ചത് സുധീഷേൻ്റെ ക്യാരക്ടർ ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവർക്കും ഈക്വലായിട്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. പടം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും. നല്ല ഹിറ്റ് പടമാണ്. ഹ്യൂമറൊക്കെ എൻജോയ് ചെയ്യാം. ഹ്യൂമർ നന്നായി വർക്കായി. എല്ലാവരും വിനീതൻ, മനോഹരൻ, സുലീഷേട്ടൻ, അശോക് ഏട്ടൻ എല്ലാവരും നന്നായി ചെയ്തു. അഭിരാമ, ശബരീഷ് എല്ലാവരും ഞാൻ എടുത്തു പറയാം. ദേവദത്ത് ഷാജി ഡയറക്ഷനൊക്കെ ഫസ്റ്റ് പടമാണല്ലോ. നല്ല റൈറ്ററാണല്ലോ, നല്ല എഴുത്തുകാരാണ്. എൻജോയ് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റും. ഓക്കെ, താങ്ക് യു. ശരിക്കുള്ളവരോട് നല്ല നല്ല പടമാണ്, നല്ല പടമാണ്. ഡയറക്ട് ചെയ്തേക്കണം. പിന്നെ ബോറടിയില്ല, ലാഗിങ്ങില്ല, കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാ നടന്മാരും പഴയ നടന്മാർ, അശോക്, എടുത്തു പറയാൻ സുധീഷ്, എല്ലാവരും കൂടി ഞാൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാളെ ഇങ്ങനത്തെ ഒരു കോമഡി പടം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പടം. സിനിമ ഉണ്ടായിരുന്നു. ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം കൊണ്ടും രണ്ട് പടങ്ങളും അടിപൊളി. നിങ്ങൾ നേരിൽ കണ്ടാൽ ഫാമിലി ഫാമിലി മാത്രമല്ല എല്ലാത്തിനും പ്രശ്നം സിനിമയിലെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയാണ്. ഇമോഷൻസ് ആണ് കൂടുതൽ വർക്കൗട്ടായി. കോമഡി അതായത് ഞാനൊരു 10-15 പ്രാവശ്യം കണ്ട സിനിമയാണ്. ഞാനതിൻ്റെ പ്രൊഡ്യൂസറാണ്. അത് കാരണം നമുക്ക് ലൈക്ക് ഫസ്റ്റ് തൊട്ടേ നമ്മൾ എൻജോയ് ചെയ്താണ് ഈ പ്രോസസ്സ്. അപ്പോൾ സത്യം പറഞ്ഞ ജഡ്ജ്മെൻ്റൊക്കെ പോയി കിടക്കും. പക്ഷേ ഭയങ്കര ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഫൈനൽ മിക്സ് ചെയ്ത് ഹൈദരാബാദിലാണ് ചെയ്തത്. അവിടെ പോയി കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ്. വലിയ ദേവൻ 2 ദിവസം മുമ്പ് പറഞ്ഞ പോലെ താരമൂല്യമില്ലാത്ത ആളുകളുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് നമ്മളുടെ ഈ സിനിമയിലുള്ള ഈ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര പെർഫോമൻസ് ആണ് അവരുടെ വാല്യൂ. സോ അതുകൊണ്ട് അവരത് എത്തിച്ചിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ. ഈ സിനിമ ഹിറ്റാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി ഓഡിയൻസിൻ്റെ